എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന പാലക്കാട്ടെ നേതാവ് പറയാണ്, ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന്. നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ ഞങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചും കൂട് ചവിട്ടി തകർക്കും എന്നല്ല അതിന്റെ അർത്ഥം, അല്ലേ? ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന ടീമല്ലേ, അല്ലേ? ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ധീരനായ നേതാവ് അയാൾ എന്താ ചെയ്തത്? സ്വർണ്ണക്കൊള്ള നടത്തിയ ആളല്ലല്ലോ, അല്ലേ? സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ പേരിലല്ലല്ലോ, ഇവിടെ മാസപ്പടി വാങ്ങിയതിന്റെ പേരിലല്ലല്ലോ. പിണറായി വിജയന്റെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഖാവേ ഇതല്ല കമ്മ്യൂണിസം. ടി പി ചന്ദ്രശേഖരൻ അത്രേ ചെയ്തിട്ടുള്ളൂ. സഖാവേ ഇതല്ല കമ്മ്യൂണിസം, ഇതല്ല നമ്മുടെ പാർട്ടി, ഇതല്ല നമ്മുടെ ലക്ഷ്യം, ഇതല്ല നമ്മുടെ ആദർശം, ഇതല്ല നമ്മുടെ നയം. അതുകൊണ്ട് ഞാനിതാ പോകുന്നു. ടി പി ചന്ദ്രശേഖരൻ ഇറങ്ങിപ്പോയി, പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ഇതിന്റെ പേരിൽ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊന്നു, അല്ലേ? എന്നിട്ട് പറയാണ് അയാൾ കുലം കുത്തിയാണ്. അപ്പോഴാണ് ചോദിച്ചത്, മരിച്ചു കഴിഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാലും അയാൾ കുലം കുത്തിയാണ് എന്ന് പറഞ്ഞ പരനാറിയാണ്, എന്ന് പറഞ്ഞ പരനാറിയാണ്. ഡാഷിന്റെ മോനാണ് ആര്? പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരു സഖാവ് പറയാണ്, നിങ്ങൾ ഭാഷ വളരെ മോശമായി ഉപയോഗിക്കുന്നു. എന്നെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഭാഷ വളരെ മോശമാണ്. ആരാ പറയുന്നത് അറിയോ? പിണറായിയുടെ ആരാധകൻ. പിണറായി ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചാൽ പിന്നെ നല്ലതാണ്. പിണറായി കുലംകുത്തി എന്ന് വിളിച്ചാൽ നല്ലതാണ്. എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചാൽ നല്ലതാണ്. എം കെ പ്രേമചന്ദ്രനെ അവൻ പരനാറിയാണ്, നല്ലതാണ്. ചെറ്റത്തരം, ഓ പിണറായി അല്ലേ, നല്ലതാണ്. ഇത് തന്നെ ഞാൻ പറയുന്നുള്ളൂ. എന്നെ പഠിപ്പിച്ചത് എന്റെ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്നെ പഠിപ്പിച്ചതാണ് ഡാഷിന്റെ മോനെ. അപ്പൊ നമ്മൾ പറയാൻ പാടില്ല, അതൊക്കെ തമ്പുരാന് പറയാം. ഇതാണ് കഴിഞ്ഞ പോസ്റ്റിൽ എന്നെ വിമർശിച്ചതാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ഭാഷയിൽ ശ്രദ്ധിക്കണം. എടോ ഇത്രയും സൗകര്യമുള്ളൂ. വിജയമാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ടേ, ചെരുപ്പിന് 2 ഉപയോഗങ്ങളുണ്ട്. പാദരക്ഷയായി കാലിടുക എന്നുള്ളത് അല്ലാതെ ചെരുപ്പിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് എന്ന് പറഞ്ഞത് വിജയമാഷാണ് കേട്ടോ. അപ്പൊ ഭാഷക്ക് 2 തരം പ്രയോഗങ്ങളുണ്ട്. മാന്യന്മാരോട് മാന്യമായ രീതിയിലുള്ള ഭാഷ പ്രയോഗിക്കാം. അമാന്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാഷ മോശമാകും. ഇമാതിരി, അതായത് നെഞ്ചത്ത് കയറി, ഇത് നല്ല ഭാഷയാണ്. നെഞ്ചത്ത് കയറി താളം ചവിട്ടെന്നാണ് പറഞ്ഞത്. നെഞ്ചിടിച്ച് കലക്കും, നിന്റെ നെഞ്ചിടിച്ച് കലക്കട എന്ന് പറയുന്നതിന് പകരം എൻ സുരേഷ് ബാബു മാന്യമായി പറയുകയാണ്. എന്താണ്? ഞങ്ങളെ വിമർശിച്ചാൽ നെഞ്ചത്ത് ഞങ്ങൾ താളം ചവിട്ടുന്ന പറയുന്നത്. നെഞ്ചത്ത് താളം ചവിട്ടും. നമ്മുടെ പാലക്കാട്ടെ CPMന്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഈ എൻ സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മുതലാണ് കേട്ടോ. എൻ സുരേഷ് ബാബു ആണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞത്, അതിനേക്കാളും വലിയ അഡ്മാഷ് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ ഊട്ടിയിലേക്കൊരു യാത്ര പോയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാഫി പറമ്പിലിനെ പോലും, ഞാനതാ പറഞ്ഞത്, ഷാഫി പറമ്പിലിനെ പോലും സ്ത്രീപീഡന കേസിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ മുമ്പ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസാധാരണ മുതലാണ് ഈ എൻ സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ. പാലക്കാടിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. CPMന്റെ പാലക്കാട്ടെ സ്ഥിതി ഞാൻ പറഞ്ഞു തരാ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, അല്ലേ? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ രമേഷ് പിഷാരടി മുന്നിലെത്തി. തൊട്ടു പിന്നിൽ ശോഭാ സുരേന്ദ്രൻ BJP. CPM എവിടെയാണ് എന്നുള്ളത് എൻ സുരേഷ് ബാബു തന്നെ പറയട്ടെ. അപ്പൊ എൻ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഇത് എൻ സുരേഷ് ബാബുവിന്റെ മാത്രം കാര്യമില്ല കേട്ടോ. അപ്പൊ പാലക്കാട് CPMന്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു, ഇയാള് ഓരോ തവണ വായ തുറന്നാലും 1000 വോട്ട് പോകും. എങ്ങനെ CPM ഇങ്ങനെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM ഇങ്ങനെ മാരകമായി തോൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ നേതാക്കന്മാരാണ്. ഇപ്പൊ KK രാഗേഷ് നിങ്ങൾ നോക്കിയാട്ടെ,
CPM ഇതുപോലെ ഒരു ഊള നേതാവ് വേറെ ഉണ്ടാവും? ഒരു ബോധവുമില്ലാത്ത ഒരു മണുകുണാഞ്ചൻ, അതല്ലേ KK രാഗേഷ്? കണ്ണൂരിൽ ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി. ഒന്ന്, ധീരജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടു, അല്ലേ? ഈ രക്തസാക്ഷി ഫണ്ട് കക്കുക എന്നുള്ളത് CPM-മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമൊന്നുമില്ല. ധീരജിന്റെ രക്തസാക്ഷി ഫണ്ടും മുടിച്ചു. ഇത് ചോദ്യം ചെയ്തതാണ്. അതായത് സഖാക്കൾ അങ്ങനെ കട്ടുമുടിക്കാൻ പാടില്ല, ഇനി കട്ടുമുടിക്കാൻ പാടില്ല എന്നുള്ളതിലുപരി രക്തസാക്ഷികളുടെ ഫണ്ട് തന്നെങ്കിലും നിങ്ങൾ കക്കരുത് എന്ന് പറഞ്ഞ നേതാവായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ. ആ കണക്കുകളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് ഈ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുകളുടെ. പിന്നെ ഒരുപാട് കക്കലും മുക്കലൊക്കെ അവിടെ നടന്നു. പാർട്ടി പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചതുപ്പ് നിലം നിലവിലുള്ള ഭൂമി വിലയുടെ 10 ഇരട്ടി കൊടുത്ത് വാങ്ങിയതും അത് സംബന്ധിച്ചുള്ള എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ അഴിമതി പാർട്ടിയാണ്, ക്രിമിനലുകളുടെ പാർട്ടിയാണ്. ആർക്കും സംശയമുണ്ടോ? അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടിത്തെറിയായിരുന്നു അവസാനം പയ്യന്നൂരിലുണ്ടായത്. അപ്പൊ കുഞ്ഞികൃഷ്ണൻ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ പാർട്ടി ഫണ്ട്, നിങ്ങൾ ഈ തരത്തിലുള്ള രക്തസാക്ഷി ഫണ്ട് കക്കരുത്. അപ്പം KK രാഗേഷ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ കക്കും, ഞങ്ങൾ പിരിക്കും, കക്കും. പക്ഷേ ഇതൊന്നും പൊതുജനത്തിനോട് പറയണ്ട, ബഹുജനത്തിനോട് പറയാം. അപ്പോഴാണ് നമ്മൾ ആദ്യം മനസ്സിലായത് പൊതുജനമല്ല ബഹുജനം. അപ്പൊ ബഹുജനത്തിനോട് പറയും. ഈ ബഹുജനം എന്ന് പറഞ്ഞാൽ അവന്റെ ഈ ഊളയുടെ വിചാരം ബഹുജനം എന്ന് പറഞ്ഞാല് ഇതെന്തോ CPM-ന്റെ കുത്തകയാണ് ബഹുജനം. പൊതുജനം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കഴുതകൾ, ബഹുജനം എന്ന് പറഞ്ഞാൽ സഖാക്കള്. അങ്ങനെയാണ് മൂപ്പരുടെ ഒരു ധാരണ. ആരോ എങ്ങനെയോ കിട്ടിയതാണ്. കാരണം ഒരു ബോധവും വിവരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറെ ഊള ബോധങ്ങൾ മനസ്സിനകത്ത് വെച്ച് നടക്കുകയാണ്. പോട്ടെ, ഇവനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഴുകാൻ നന്നാവാത്ത ചില സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഒരു സാധനമാണ് KK രാഗേഷ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കണ്ണൂരിൽ എന്തുകൊണ്ട് പാർട്ടി ഈ രീതിയിൽ അധപ്പതിച്ചു, അല്ലേ? കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയില് ഒരിക്കലും ഇളകാത്ത, അല്ലേ? കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞാല് CPM-ന്റെ കോട്ടകളാണ്, നെടും കോട്ടകളാണ്. അവിടെയാണ് പയ്യന്നൂർ പോയി, തളിപ്പറമ്പ് പോയി, തൃക്കരിപ്പൂർ പോയി, അല്ലേ? ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയാ, ഈ കോൺഗ്രസ്സുകാർ തന്നെ അല്ലെ BJP-ക്കാർ തന്നെ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളാണ് ഇത് CPM-ന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ അവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കണം. അതിന് പകരം എന്താണ്? ഓൻ കള്ളനാണ്. ആര്? രക്തസാക്ഷി ഫണ്ട് കട്ടവനല്ല കള്ളൻ കേട്ടോ. രക്തസാക്ഷി ഫണ്ട് കക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആളെ കള്ളനാക്കി. എന്നിട്ട് ഈ കട്ട ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ആലോചിച്ചോക്കണം. ഇനി തളിപ്പറമ്പില് പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഗോവിന്ദന് മത്സരിക്കാൻ പറ്റാത്തപ്പോൾ ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി വേണമെങ്കിൽ അവിടെ സുകന്യയുണ്ട്. ശ്യാമളയേക്കാൾ പ്രവർത്തന പാരമ്പര്യമുള്ള സുകന്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കായിരുന്നു. പക്ഷേ സുകന്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല, കാരണം ഗോവിന്ദന്റെ ഭാര്യയെ തന്നെയാക്കണം. ആ പാർട്ടിയിൽ ആകെ മുറുമുറുപ്പ്, ജില്ലാ കമ്മിറ്റിയിലെ മുറുമുറുപ്പ്, ഏരിയ കമ്മിറ്റി എല്ലാം. ഈ സഖാക്കള് ഭൂരിഭാഗവും ശ്യാമള വേണ്ട, ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുത്. ഈ ശ്യാമള അത്യാവശ്യം നല്ല സഖാവാണെങ്കിലും ഓക്കെ. ഈ ശ്യാമള എന്ന് പറഞ്ഞാൽ, നേരത്തെ PP ദിവ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ നവീൻ ബാബു എന്ന് പറയുന്ന ആദർശ ശുദ്ധിയുള്ള അഴിമതിക്കാരനല്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്ത ആളാണ് PP ദിവ്യ, അല്ലെ? അതേപോലെ ഒരു പ്രവാസി വ്യവസായിയായ സാജനെ കൊലക്ക് കൊടുത്തവളാണ് PK ശ്യാമള. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ അധികാര കസേരയിൽ ഉള്ളിടത്തോളം കാലം നിന്റെ ഈ കൺവെൻഷൻ സെന്ററിന് ഞാൻ അനുമതി തരില്ല എന്ന് പറഞ്ഞ ധാർഷ്ട്യത്തോടെ പ്രവർത്തിച്ചവളാണ് ശ്യാമള. അപ്പൊ ഈ ശ്യാമള എന്ന് പറഞ്ഞാൽ സഖാവ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത, മനുഷ്യ സ്ത്രീ എന്ന് പോലും പറയാൻ പറ്റാത്ത, അതാണ് മാനുഷികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി. എല്ലാവരും പറഞ്ഞു ആക്കരുത് പറഞ്ഞു, ആക്കിയേ തീരൂ. ശരി. അപ്പോഴാണ് അതിനോട് വിയോജിച്ചുകൊണ്ട്, എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് TK ഗോവിന്ദൻ, MB ഗോവിന്ദൻ അല്ല കേട്ടോ, MB ഗോവിന്ദൻ പറഞ്ഞ അപ്പം ഗോവിന്ദൻ അല്ല, ആദർശ ശുദ്ധിയുള്ള
കരുത്തനായ നേതാവ് TKG ഇറങ്ങിപ്പോരുകയാണ്. KK രാഗേഷിന് ഒരു പ്രശ്നമില്ല. അവസാനം എന്നിട്ടെന്താ പറഞ്ഞത്, ഈ TKG ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് കൂക്കി വിളിച്ചു. ഇവര് കൂക്കി തോൽപ്പിക്കലാണല്ലോ CPM-ന്റെ പ്രധാന പരിപാടി. തന്നെ കൂക്കി തോൽപ്പിക്കുക, ചീമൂട്ട് എറിയുക. അതാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം കണ്ടത്. IPBിന് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു എല്ലാവരും അറിയുന്ന നേതാവാണ് CPM-ന്റെ. ഇയാള് ED സംഘം എവിടെയെങ്കിലും കേട്ടുകണോ നിങ്ങൾ? ED സംഘം മുഖ്യമന്ത്രിയുടെ മകള് ചെയ്ത ഒരു തോന്നിയാസം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ED സംഘത്തിനെ ചീമുട്ട കൊണ്ട് എറിയ. എന്നിട്ട് പറയാണ്, പാർട്ടി എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ധീരമായി നിറവേറ്റി, പോലീസ് അറസ്റ്റ് ചെയ്യൂ. എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ബോംബാക്രമണമല്ല, ചീമുട്ടാക്രമണം. അപ്പൊ ഈ സഖാക്കന്മാരെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ അറപ്പാണ് ഇവരെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ ഇപ്പൊ ഈ EN സുരേഷ് ബാബു എന്ന് പറയുന്ന മുതലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ട് വന്നത്. അപ്പം പിന്നെ KK രാഗേഷിനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് KK രാഗേഷിന്റെ കാര്യം പറഞ്ഞത്. അതായത് CPM-ന്റെ കോട്ടകളിലൊക്കെ CPM-നെ തോൽപ്പിക്കുന്നത് ഇമ്മാതിരി അരടം കെട്ട നേതാക്കന്മാരാണ്. KK രാഗേഷ് കണ്ണൂരിൽ, അതേപോലെയാണ് പാലക്കാട് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ EN സുരേഷ് ബാബു എന്ന് പറയുന്ന അധമൻ, അല്ലേ? അധമൻ എന്നല്ലാതെ പിന്നെ എന്താ പറയാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ മൂപ്പരുടെ ഒരു പ്രസംഗം ഉണ്ട്. എന്താണെന്നറിയോ? പാലക്കാട് EN സുരേഷ് ബാബുവിന്റെ പ്രസംഗമായിരുന്നേ. അത് ഏഷ്യാനെറ്റിന്റെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് CIക്കെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗം. ഭീഷണി ആരുടെ? EN സുരേഷ് ബാബു. ഭീഷണി. ഈ സഖാക്കന്മാരുടെ ഭീഷണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിരി വരിക. ഒന്ന്, ഇന്ത്യയില് 1% വോട്ട് പോലും ഇല്ലാത്ത, നോട്ടയേക്കാൾ കുറച്ച് മുകളിലാണ്, അത്രയേ ഉള്ളൂ. ഇവരുടെ എതിരാളി നോട്ടയാണ്. നോട്ടയേക്കാൾ ഇത്തിരി മേലുള്ള ഒരു പാർട്ടി ലോക്സഭയില്, പാർലമെന്റില് ആകെ 3 ആൾക്കാർ. അതന്നെ DMKന്റെ കയ്യും കാലും പിടിച്ച് അവിടുന്ന് വാങ്ങിയ 2 എണ്ണം, പിന്നെ കേരളത്തിൽ നിന്ന് കിട്ടിയ 1, അല്ലേ? പറയാൻ അതേ ഉള്ളൂ. ഒരു 3 ലോക്സഭയിൽ. രാജ്യസഭയിൽ ഇപ്പതാ 1-2 എണ്ണം ഉണ്ട്. അതിന് കാലം കഴിഞ്ഞാൽ പിന്നെ ഇനി രാജ്യസഭയിലേക്ക് ഇല്ല, തീർന്നു. ഇനി നിയമസഭകളിൽ പശ്ചിമ ബംഗാൾ നമ്മളെ കോട്ട 1, ത്രിപുര പട്ടപൂജ്യം, ആന്ധ്ര 0, കർണാടക 0. അല്ല, നേരത്തെ തെലങ്കാന, ആന്ധ്രയ്ക്ക് അവരുടെ കോട്ടകളേനും ഒക്കെ പോയി. പോകാതിരിക്കോ? ഇതാ ഇമാതിരി മുതലുകളല്ലേ. അതായത് ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ, മൂപ്പര് പറയാണല്ലോ, EN സുരേഷ് ബാബു എന്ന് പറയുന്ന പാലക്കാട്ടെ നേതാവ് പറയാണ്, ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന്. നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ ഞങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചും കൂട് ചവിട്ടി തകർക്കും എന്നല്ല അതിന്റെ അർത്ഥം, അല്ലേ? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന ടീമല്ലേ, അല്ലേ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ധീരനായ നേതാവ്, അയാൾ എന്താ ചെയ്തത്? സ്വർണ്ണക്കൊള്ള നടത്തിയ ആളല്ലല്ലോ, അല്ലേ? സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ പേരിലല്ലല്ലോ, ഇവിടെ മാസപ്പടി വാങ്ങിയതിന്റെ പേരിലല്ലല്ലോ. പിണറായി വിജയന്റെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഖാവേ ഇതല്ല കമ്മ്യൂണിസം. TP ചന്ദ്രശേഖരൻ അത്രയും ചെയ്തിട്ടുള്ളൂ. സഖാവേ ഇതല്ല കമ്മ്യൂണിസം, ഇതല്ല നമ്മുടെ പാർട്ടി, ഇതല്ല നമ്മുടെ ലക്ഷ്യം, ഇതല്ല നമ്മുടെ ആദർശം, ഇതല്ല നമ്മുടെ നയം. അതുകൊണ്ട് ഞാനിതാ പോകുന്നു. TP ചന്ദ്രശേഖരൻ ഇറങ്ങിപ്പോയി, പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ഇതിന്റെ പേരിൽ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊന്നു, അല്ലേ? എന്നിട്ട് പറയാണ് അയാൾ കുലം കുത്തിയാണ്. അപ്പോഴാണ് ചോദിച്ചത്, മരിച്ചു കഴിഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാലും അയാൾ കുലം കുത്തിയാണ് എന്ന് പറഞ്ഞ പരനാറിയാണ്, ഡാഷിന്റെ മോനാണ് ആര്? പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരു സഖാവ് പറയാണ്, നിങ്ങൾ ഭാഷ വളരെ മോശമായി ഉപയോഗിക്കുന്നു. എന്നെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഭാഷ വളരെ മോശമാണ്. ആരാ പറയുന്നത് അറിയോ? പിണറായിയുടെ ആരാധകൻ.
പിണറായി ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചാൽ പിന്നെ നല്ലതാണ്. പിണറായി കുലങ്കുത്തി എന്ന് വിളിച്ചാൽ നല്ലതാണ്. എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചാൽ നല്ലതാണ്. MK പ്രേമചന്ദ്രനെ പരനാറി അവൻ പരനാറിയാണ്, നല്ലതാണ്. ചെറ്റത്തരം ഓ പിണറായി അല്ലേ, നല്ലതാണ്. ഇത് തന്നെ ഞാൻ പറയുന്നുള്ളൂ. എന്നെ പഠിപ്പിച്ചത് എന്റെ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്നെ പഠിപ്പിച്ചതാണ് ഡാഷിന്റെ മോനെ. അപ്പൊ നമ്മൾ പറയാൻ പാടില്ല, അതൊക്കെ തമ്പുരാന് പറയാം. ഇതാണ് കഴിഞ്ഞ പോസ്റ്റിൽ എന്നെ വിമർശിച്ചതാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ഭാഷയിൽ ശ്രദ്ധിക്കണം. എടോ ഇത്രയും സൗകര്യമുള്ളൂ. വിജയമാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ടേ, ചെരുപ്പിന് 2 ഉപയോഗങ്ങളുണ്ട്. പാദരക്ഷയായി കാലിടുക എന്നുള്ളത് അല്ലാതെ ചെരുപ്പിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് എന്ന് പറഞ്ഞത് വിജയമാഷാണ് കേട്ടോ. അപ്പൊ ഭാഷക്ക് 2 തരം പ്രയോഗങ്ങളുണ്ട്. മാന്യന്മാരോട് മാന്യമായ രീതിയിലുള്ള ഭാഷ പ്രയോഗിക്കാം. അമാന്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാഷ മോശമാകും. ഇമാതിരി, അതായത് നെഞ്ചത്ത് കയറി, ഇത് നല്ല ഭാഷയാണ്. നെഞ്ചത്ത് കയറി താളം ചവിട്ടെന്നാ പറഞ്ഞത്. നെഞ്ചിടിച്ച് കലക്കും, നിന്റെ നെഞ്ചിടിച്ച് കലക്കട എന്ന് പറയുന്നതിന് പകരം EN സുരേഷ് ബാബു മാന്യമായി പറയുകയാണ്. എന്താണ്? ഞങ്ങളെ വിമർശിച്ചാൽ നെഞ്ചത്ത് ഞങ്ങൾ താളം ചവിട്ടുന്ന പറയുന്നത്. നെഞ്ചത്ത് താളം ചവിട്ടും. എന്നിട്ട് പറയാണല്ലോ, പോലീസ് ഗുണ്ടായിസം കാണിച്ചാൽ അതിനെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്കുണ്ടെന്നും ED ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നും. ED ആക്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതല്ലേ? കാണാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അന്തംഗമ്മികൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം കൈരളി TV ഇത് കാണിച്ചിട്ടില്ല. കൈരളി TV ഇത് കാണിക്കാത്തത് കൊണ്ട് അന്തംഗമ്മികൾ ആരും ഈ ചുടുകട്ട കൊണ്ട്, ഇഷ്ടിക കൊണ്ട് കാറിന്റെ ചില്ലടിച്ച് തകർക്കുന്നതും, ഉള്ളിലൂടെ കൈയിട്ട് ആ വനിതാ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും, ആ പാവൻ ടാക്സി ഡ്രൈവറുടെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നതൊന്നും സഖാക്കൾ കണ്ടിട്ടില്ല. കാരണം കൈരളിയിലില്ല, ദേശാഭിമാനിയിലും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കാരണബോധത്തിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടാലും കാരണബോധം പറയും, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അയാൾ പിന്നെ കള്ളനാണ് അല്ലേ? കള്ളത്തരം പറയുന്നവനെ നമ്മൾ എന്താ വിളിക്കുക? കള്ളത്തരം പറയുന്നതിനെ അയാൾ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുന്നവനാണ്. കാരണം പിണറായി വിജയൻ ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് അല്ലേ? രക്ഷാപ്രവർത്തനം, അതൊരു രക്ഷാപ്രവർത്തനമാണ്. എന്റെ ഗൺമാൻ ആരെ തല്ലി, ആരെയും തല്ലിയില്ല. ഗൺമാൻ ആ മുട്ടൻ വടി കൊണ്ട് അടിച്ചു തല്ലി നമ്മളെ കണ്ടുകണ്ട. അവസാനത അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. തുടർ നടപടികൾ വരാൻ പോകുന്നു. അപ്പൊ പിണറായി വിജയന്റെ വാക്കുകൾ നമ്മൾ അങ്ങനെയാണ്ട് കണ്ടാൽ മതി. അപ്പോഴാണ് EN സുരേഷ് ബാബു പറയുന്നത് എന്താണ്? ED ആക്രമിച്ചത്. അപ്പൊ ED ആക്രമിച്ചത് മുമ്പ് സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ ED ഒക്കെ ആക്രമിച്ചു, പക്ഷെ ഇതൊക്കെ സാമ്പിൾ ആണ് പറയുന്നത്. സാമ്പിൾ വെടിക്കെട്ട്, യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നത് എന്താ പറയുന്നത്? 19 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. 19 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്ത് അറിയോ? വധശ്രമത്തിന് 19 വരെ. ആർക്കെതിരെ വധശ്രമം? കേന്ദ്ര അന്വേഷണ സംഘത്തിനെതിരെ വധശ്രമമാണ് കേട്ടോ. തിഹാർ ജയിലിൽ പോയി ഉണ്ട തിന്നേണ്ടി വരും എന്റെ സഖാക്കളെ. EN സുരേഷ് ബാബു ഇങ്ങനെ ഞങ്ങളെ പിരികേറ്റും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സാമ്പിൾ ആണ്. ഇനി മറ്റേ യഥാർത്ഥത്തിലുള്ള പൂരം വെടിക്കെട്ട് വരാൻ പോകുള്ളൂ എന്നാ പറയുന്നത്. പൂരം വെടിക്കെട്ട് വന്നു കഴിഞ്ഞാലേ ഇവന് പറയാം ഏറെങ്കിലും പറയാം, എണീക്കരുത്, അവിടെ തന്നെ ഇരിക്കണം, ലാത്തിയടി കൊള്ളണം, വെടി ഏറ്റുവാങ്ങണം. ഇവന്റെ ആവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇവന്റെ ആവശ്യം എന്താണ്? കേരളത്തിൽ VD സതീശൻ സർക്കാരിനെ മറിച്ചിടാൻ. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ രക്തസാക്ഷികൾ ഉണ്ടാവണം, പോലീസ് വെടിവെപ്പ് ഉണ്ടാവണം. ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെന്നിത്തല എന്ത് ചെന്നിത്തലയാണ്, ഈ പോലീസിന് ഇങ്ങനെയാണോ, പോലീസിനോട് പറയേണ്ടത് ഈ പറയുന്ന ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക്, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ഗുണ്ടകളൊക്കെ കയറി ചെല്ലുമ്പോൾ, അക്രമികൾ കയറി ചെല്ലുമ്പോൾ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? ഇവരിങ്ങനെ വരരുത് ഇവിടെ കയറരുത് എന്ന് പറഞ്ഞാൽ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ എന്താണ്? CPM-മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തിചാർജ് നടത്തണം, പോലീസ് വെടിവെപ്പ് നടത്തണം, അങ്ങനെ ഇവരുടെ അണികളിൽ കുറെ പേർ ചാവണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം.